ഹായ് ഹലോ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തെ വീട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കനകക്കുന്നിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് വസന്തോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കുറച്ച് ഫ്ലവർ ഷോയും ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് എല്ലാവരും കൂടെ പോണത്. ഒരു ഈവനിങ് 4:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറേ നാളുകൾക്ക് ശേഷം വീഡിയോയിലൊക്കെ വരുന്നത് കാരണം ഭയങ്കര ചമ്മലായിരുന്നു. ചാച്ചയുടെ കാറിന്റെ കളർ എന്താ? പൂവാണോ? അങ്ങനെ ഓരോന്നൊക്കെ മിണ്ടിയും പറഞ്ഞ് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനും പ്രശോം റിച്ചും. പൂവാണോ? റിച്ചുവിന് ഇപ്പം ഏകദേശം 1.5 വയസ്സാവാറായി. അപ്പോൾ അതിൻ്റെ എല്ലാ കുരുത്തക്കേടും ഉണ്ട് കയ്യിൽ. കുറേയൊക്കെ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ പറയാൻ തുടങ്ങി. ഇപ്പം ദാ സ്വന്തമായിട്ട് വീഡിയോ വരെ എടുക്കുന്നു. റിച്ചുവിന്റെ വ്ളോഗർ റിച്ചു. വ്ളോഗർ റിച്ചു. നല്ല ഡിസംബർ 24 തൊട്ട് ജനുവരി 4 വരെയാണ് ആക്ച്വലി വസന്തോത്സവം കനകക്കുന്നിലുള്ളത്. അപ്പം ഞങ്ങൾ ഒരു വീക്ക് ഡേ നോക്കി പോവുക ചെയ്തത്. കാരണം തിരക്കൊന്നും കുറയ്ക്കാതോ എന്ന് വിചാരിച്ച്. എന്നാലും ഏറെക്കുറെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ടിന് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയും. അതാണ് ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. ഞങ്ങൾ ഈവനിങ് തന്നെ ഇട്ടുകൊണ്ട് ലൈറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. റിച്ചു പതിവ് പോലെ തന്നെ ഓരോന്ന് കാണുന്നു, അത് എക്സ്പ്ലോർ ചെയ്യുന്നു, തൊടുന്നു, അങ്ങനെയൊക്കെ. റിച്ചു ഇപ്പോൾ ഓടാനും നടക്കാനൊക്കെ തുടങ്ങിയത് കാരണം പിന്നെ അങ്ങോട്ട് ഫുള്ളൊരു ഓട്ടായിരുന്നു. അവനായിരുന്നു ഞങ്ങളുടെ വഴികാട്ടി. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഫ്ലവർ ഷോ കാണാനായിരുന്നു. അങ്ങോട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാ ആരാ കുറേ വെറൈറ്റി പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾ വീഡിയോയിൽ കാണും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ പൂക്കൾ. ബിച്ചുവിനാണെ അതിനിടയിൽ പൂക്കൾ തൊടണം, പിടിക്കണം. അങ്ങനെ ഇടയ്ക്ക് പോപ്കോൺ കണ്ടു, അത് കഴിക്കണം. ഒരുപാട് വാശിയായിരുന്നു. ഏകദേശം 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ കൂടുതൽ വസന്തോത്സവം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തത് റിച്ച്. കണ്ടില്ലേ, ഇതായിരുന്നു അവസ്ഥ.
വഴി കൂടെ പോകുന്ന ആരെയും അവൻ വെറുതെ വിട്ടിട്ടില്ല. എല്ലാവർക്കും ഹായ് കൊടുത്തും അവരെ പോയി തോണ്ടിയും അങ്ങനെയൊക്കെ. എവിടേക്കാ പോയത്? അതെ, അതെന്താ മാനോ? മാനെങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക? ഇത് ഭയങ്കര അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഷേപ്പിൽ ഫ്രഷ് പൂ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. പിന്നെ ഇതുപോലെ തന്നെ വാടിയ പൂക്കൾ മാറ്റണം. റിച്ചുവിനെ താഴെ ഇറക്കാനുള്ള വാശിയുടെ കരച്ചിലാണ് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ ഗാനം. കുറേ ഓടിയതല്ലേ, റിച്ചുവിന് ക്ഷീണാവാം. അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ആസ്വദിക്കാണ് കുട്ടി. കൊറേ ഓടിയതല്ലേ. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഇത്രയും വലുതായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കനകക്കുന്ന് പാലസ് മൊത്തത്തിൽ ഫ്ലവർ ഷോ ആയിരുന്നു. നേരത്തെ കണ്ടതാണ്. ലേറ്റ് ആവുന്തോറും റിച്ച് കുറച്ച് വാശി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഓടാൻ ഞങ്ങൾ അത്ര വിട്ടില്ല, അതിൻ്റെ ഒരു അമർഷം. അപ്പം അതേപോലെ റിച്ചുവിന് പുതിയൊരു കമ്പനി കിട്ടിയിട്ടുണ്ട്. മുത്തച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനൊക്കെ ടാറ്റ കൊടുത്ത് ഞങ്ങൾ പിന്നെ ഫുഡ് ഫെസ്റ്റ് കാണാനായിട്ടാണ് പോയത്. ഇതാണ് അവിടുത്തെ ഫുഡ് കോർട്ട്സ്.
ഫ്രണ്ടിലുണ്ടാവും. പിന്നെ സാധാരണ എല്ലാ എക്സ്പോയിലും കണ്ടുവരുന്ന പോലെ കുറേ സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ അവിടെയൊക്കെ കറങ്ങി, ഒന്നും വാങ്ങിയൊന്നുമില്ല. എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മുള്ളൻ പന്നി എന്ന വിളിപ്പേരുള്ള നെക്സ്റ്റ് ഉണ്ടായിരുന്നത് ഒരു പെറ്റ് ഷോ ആയിരുന്നു. പക്ഷെ ഇത് സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. നമ്മളെടുത്ത 50 രൂപ ടിക്കറ്റിനകത്ത് ഇതൊന്നും ഉൾപ്പെടില്ല. ഒരേ ഒരു പക്ഷി ഗ്രേറ്റ് പാരറ്റ് സൗത്ത് അമേരിക്കൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്നു. അങ്ങനെ നടന്നു പോണ വഴിയിൽ ഞങ്ങളൊരു മസാല പൂരി വാങ്ങിച്ച് അത് കഴിച്ചു. പെച്ചുവിന് വേണ്ടി ഞങ്ങൾ കടലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പറ്റുന്ന ഒരു പ്ലേ ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. ഇതൊന്നും ടിക്കറ്റിൽ പെടുന്നതല്ല. കുറച്ചുകൂടെ ദൂരം വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ഫുഡ് കോർണർ ഞങ്ങൾ കണ്ടത്. അവിടെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് ടൈമിൽ എത്തിയോണ്ട് തന്നെ ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വീണ്ടും ഒരു റീ എൻട്രിയാണ് ചെയ്യുന്നത്. ഓൾറെഡി ടിക്കറ്റ് എടുത്തത് കയ്യിലുള്ളതുകൊണ്ട് അതൊരു പ്രശ്നം ഉണ്ടായില്ല. ഇതാണ് ആക്ച്വലി കനകക്കുന്നിൻ്റെ എൻട്രൻസ്. അവിടെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇത് കാണാണ്ട് പോയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തേനെ. കാരണം ലൈറ്റ് അല്ലാണ്ട് കാണുന്നതും ലൈറ്റ് ഇട്ട് കാണുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. ഇതൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഒരു റൗണ്ട് കണ്ടതാ, പക്ഷെ അപ്പോൾ ഒന്നും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോയിൽ കാണുന്നതിനൊക്കെ എത്രയോ ഭംഗിയാണ് നമ്മളിതൊക്കെ നേരിട്ട് കാണുമ്പോൾ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ കണ്ണിൽ കണ്ട അത്രയും ഭംഗി വീഡിയോയിലുണ്ട് എന്നുള്ളത്. ഈ ഫ്ലവേഴ്സ് എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത് കമ്പി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്ട്രോങ് ആണ്. പിള്ളേർ പോയി തൊടുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ് അതെല്ലാം. പിന്നെ ഗ്രൗണ്ടിൽ കുറേ ആന, മാൻ, അങ്ങനെ ഒരുപാട് ലൈറ്റ്സിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് കയറിയ പോലെയല്ല, ലൈറ്റ്സ് ഒക്കെ ഇട്ട് എല്ലാം ഒന്ന് ഓണായപ്പം തിരക്കും അതുപോലെ കൂടി.
എനിക്ക് തോന്നുന്നു ചെറിയ പിള്ളേരായിരിക്കും ഇത് കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടാവുക. കുറേ ലൈറ്റ്സ്, അത് ഓരോരോ ഷേപ്പിൽ, എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് വസന്തോത്സവം കനകക്കുന്നിലുള്ളത്. പക്ഷെ ലൈറ്റ്സ് ഒക്കെ ഓണായി വരുമ്പോഴത്തേക്കും വൈകിട്ട് 6 മണി കഴിയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 6 മണി കഴിഞ്ഞ് പോണതാണ് നല്ലത്. അങ്ങനെ എല്ലാം ചുറ്റിക്കണ്ട് ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി എൻട്രൻസിൻ്റെ അവിടെ എത്തി. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇനി അടുത്ത കൊല്ലം 2026 കാണാം.